7.5 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ കണ്ടെത്തുകയുണ്ടായി. 29 ഉദ്യോഗസ്ഥരുമായി കാണാതായ വ്യോമസേനയുടെ അന്റോനോവ് 32 ട്രാൻസ്പോർട്ട് വിമാനത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ജൂലൈയിൽ ചെന്നൈയിൽ നിന്ന് പോർട്ട് ബ്ലെയറിലേക്കുള്ള യാത്രക്കിടെ ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ പറക്കുന്നതിനിടെയാണ് വിമാനം കാണാതായത്. ചെന്നൈ തീരത്ത് നിന്ന് 140 നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ 3400 മീറ്റർ താഴ്ചയിലാണ് AN-32 വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയുടെ ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിളാണ് വിമാനത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 7.5 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ വിമാനത്തിന്റെ ഭാഗമാണെന്ന് വ്യക്തമായത്. പരിശോധനയിൽ കണ്ടെത്തിയത് കാണാതായ AN-32 വിമാനത്തിന്റെ ഭാഗങ്ങളാണെന്ന് വ്യക്തമായതായി ഇന്ത്യൻ എയർഫോഴ്സ് വക്താവ് റിംഗ് കമാൻഡർ ആശിഷ് മാംഗെ പറഞ്ഞു. മൾട്ടിബീം സോണാർ, സിന്തറ്റിക് അപ്പേച്ചർ സോണാർ, ഉയർന്ന റെസല്യൂഷൻ ഫോട്ടോഗ്രാഫിക് ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് കടലിനടിയിൽ പരിശോധന നടത്തിയത്. അവശിഷ്ടങ്ങളും ഭാഗങ്ങളും കണ്ടെത്തിയെങ്കിലും വിമാനത്തിലുണ്ടായിരുന്നവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള സാധ്യത വിരളമാണെന്ന് നേവി ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ആഴത്തിലുള്ള പരിശോധന ഏറെ ബുദ്ധിമുട്ടേറിയതും ചെലവേറിയതുമാണ്. 2016 ജൂലൈ 22 ചെന്നൈയിലെ താമ്പരം എയർബേസിൽ നിന്ന് പോർട്ട് ബ്ലെയറിലേക്കുള്ള യാത്രാമധ്യേയാണ് ഇരട്ട എഞ്ചിൻ വിമാനമായ AN-32 കാണാതായത്. ക്ലോസ് റേഞ്ച് നേവൽ ഗൺ യുദ്ധക്കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ടാണ് സംഘം പോർട്ട് ബ്ലെയറിലേക്ക് പോയത്. വിമാനത്തിൽ 17 സൈനികർ ഉൾപ്പെടെ 29 പേരുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. പറന്നുയർന്ന AN-32 നിന്നുള്ള വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്നുവെങ്കിലും 16 മിനിറ്റിന് ശേഷം ബന്ധം നഷ്ടമായി. ചെന്നൈയിൽ നിന്ന് കിഴക്ക് 151 നോട്ടിക്കൽ മൈൽ അകലെ രാവിലെ 9:15 റഡാറുകളിൽ ഇത് അവസാനമായി കണ്ടത്. രാവിലെ 11:30 പോർട്ട് ബ്ലെയറിൽ ഇറങ്ങേണ്ടിയിരുന്ന വിമാനം 23,000 അടി ഉയരത്തിൽ വെച്ച് അപ്രതീക്ഷിതമായി അപകടമുണ്ടായെന്നാണ് റിപ്പോർട്ട്. വിമാനം കണ്ടെത്തുന്നതിന് വേണ്ടി വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും ഉപയോഗിച്ച് വലിയ തിരച്ചിലാണ് നടത്തിയത്. IAF-ഉം നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായിട്ടാണ് പരിശോധന നടത്തിയത്. യുദ്ധക്കപ്പലുകൾ, കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ, കടലിലെ പെട്രോളിംഗ് വിമാനങ്ങൾ, C-130J സൂപ്പർ ഹെർക്കുലിസ് വിമാനം, 3 ഡോർണിയർ എയർക്രാഫ്റ്റുകൾ, ഹെലികോപ്റ്ററുകൾ എന്നീ സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു കാണാതായ AN-32 കണ്ടെത്താൻ ശ്രമം നടത്തിയത്. സാറ്റലൈറ്റിന്റെ സഹായവും തേടിയെങ്കിലും വിമാനം കണ്ടെത്താനായില്ല. 1984 മുതലാണ് കരുത്തുറ്റ AN-32 വിമാനം ഇന്ത്യൻ വ്യോമസേന ഉപയോഗിച്ചു തുടങ്ങിയത്. ചരക്കു നീക്കത്തിനും സൈനികരെ വിവിധയിടങ്ങളിൽ എത്തിക്കുന്നതിനുമായിട്ടാണ് വിമാനം കൂടുതലായി ഉപയോഗിച്ചിരുന്നത്. താരതമ്യേന മികച്ച സുരക്ഷാ റെക്കോർഡുള്ള വിമാനങ്ങളിൽ ഒന്നായിരുന്നു AN-32.